ഗുഡ് മോർണിംഗ്. ഒരു കുട്ടിയുടെ ആദ്യഘട്ടങ്ങൾ, അതായത് ചെറുപ്പം എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ സ്കൂളും കുട്ടികളുടെ വീടും തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് വളരെ അനിവാര്യമായ ഒരു കാര്യം കൂടിയാണ്. പ്രീ പ്രൈമറി സിസ്റ്റം അനുസരിച്ച് കുട്ടികളെ വിദ്യ അഭ്യസിപ്പിക്കുക, അതല്ലെങ്കിൽ അവരുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി പരിശ്രമിക്കുക എന്നതോടൊപ്പം തന്നെ ഒരു കുട്ടിയുടെ കുടുംബാന്തരീക്ഷം എപ്രകാരമായിരിക്കണം, ആ കുട്ടിയോട് രക്ഷിതാക്കൾ ഏത് രൂപത്തിലാണ് പെരുമാറേണ്ടത്, ആ കുട്ടികൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ഏത് രീതിയിലാണ് കൊടുക്കേണ്ടത്, ആ കുട്ടിക്ക് കൊടുക്കേണ്ടുന്ന നിർദ്ദേശങ്ങൾ എന്തെല്ലാം, ആ കുട്ടിയുടെ കാര്യത്തിൽ രക്ഷിതാക്കൾ പാലിക്കപ്പെടേണ്ട രീതികൾ എന്തൊക്കെയാണ് എന്നൊക്കെ രക്ഷിതാക്കളെ ബോധവൽക്കരിക്കേണ്ട ഒരു ബാധ്യത കൂടി ഒരു പ്രീ പ്രൈമറി ടീച്ചർക്കുണ്ട്. കാരണം ഒരു കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റ് സാധ്യമാക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഒരു പ്രീ പ്രൈമറി ടീച്ചറുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. കേവലം ചില അക്ഷരങ്ങൾ പഠിപ്പിക്കുക, അതല്ലെങ്കിൽ ചില വായന സാധ്യമാക്കുക, കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് സാധ്യമാക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റ്, അതായത് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, എമോഷണൽ ഡെവലപ്മെൻറ്റ്, സോഷ്യൽ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് തുടങ്ങി സർവ്വതരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സും സാധ്യമാക്കേണ്ട ഒരു കാലഘട്ടമാണ് പ്രീ പ്രൈമറി കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്കൂളും വീടും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. അതിനനുസൃതമായിട്ടാണ് കുട്ടിയിലെ ഡെവലപ്മെൻറ്റ്സ് ശരിയായ രൂപത്തിൽ സാധ്യമാകുന്നത്. അപ്പോൾ കുട്ടിയുടെ പേരൻസിന് നൽകേണ്ടുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, അതല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് സാധ്യമാകുന്നതിന് ഒരു കുടുംബത്തിൽ നിന്ന് ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തേണ്ട, അതല്ലെങ്കിൽ രക്ഷിതാക്കളെ ബോധവൽക്കരിക്കേണ്ട ഒരു ചുമതല കൂടി ഒരു പ്രീ പ്രൈമറി ടീച്ചർക്കുണ്ട്. ഓരോ രക്ഷിതാക്കളെയും വിളിച്ചു വരുത്തിക്കൊണ്ട് ആ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടുന്ന കാര്യങ്ങൾ അറിയിക്കുകയോ, അതല്ലെങ്കിൽ രക്ഷിതാക്കളെ ഒന്നിച്ച് വിളിച്ചു കൂട്ടി അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്യേണ്ടത് ആരാണ്? ഒരു പ്രീ പ്രൈമറി ടീച്ചറാണ്. അതുകൊണ്ട് തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് രക്ഷിതാക്കളെ ധരിപ്പിക്കേണ്ടത് എന്നത് നാം മനസ്സിലാക്കിയിരിക്കണം. 2 വീഡിയോകളിലായിട്ട് നമുക്ക് പ്രീ പ്രൈമറി രക്ഷിതാക്കളുമായി എന്തെല്ലാം കാര്യങ്ങൾ പങ്കുവെക്കണം എന്നതിനെക്കുറിച്ചും, അതിനുശേഷം നമുക്ക് മോണ്ടിസോറി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുമായി നമ്മൾ പങ്കുവെക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് അണ്ടർസ്റ്റാൻഡിങ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്നതാണ്. പ്രീ പ്രൈമറി എഡ്യൂക്കേഷനെ മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡിങ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ. പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ എന്തെല്ലാമാണ് എന്നുള്ളത് രക്ഷിതാക്കൾക്കും ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. എഴുതുവാനും വായിക്കുവാനും ഒക്കെ പഠിക്കുക എന്നുള്ളതാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പല രക്ഷിതാക്കളും കരുതിയിരിക്കുന്നത്. എന്നാൽ അത് മാത്രമല്ല ഒരു പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ കൊണ്ട് സാധ്യമാകേണ്ടത് എന്നുള്ള കാര്യം രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, എമോഷണൽ ഡെവലപ്മെൻറ്റ്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, മോട്ടോർ ഡെവലപ്മെൻറ്റ് തുടങ്ങിയ പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റുകളും നടക്കുന്ന ഇടമാണ് വാസ്തവത്തിൽ പ്രീ പ്രൈമറി സ്കൂളുകൾ എന്നുള്ള കാര്യം രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല ഓരോ ടീച്ചർക്കുമുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് ആണ്. എന്താണ് ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്? അതുപോലെ തന്നെ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്ലേ ബേസ്ഡ് എഡ്യൂക്കേഷനാണ്, അതല്ലെങ്കിൽ പ്ലേ ബേസ്ഡ് ലേണിംഗ് ആണ് പ്രീ പ്രൈമറി സ്കൂളുകളിൽ നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. എന്താണ് പ്ലേ ബേസ്ഡ് ലേണിംഗ്? കളികളെ അടിസ്ഥാനമാക്കിയുള്ള പഠനം. കുട്ടികൾ കളിക്കുന്നു, ആ കളികളിലൂടെ പല കാര്യങ്ങളും അവർ അറിയുന്നു, പല അറിവുകളും അവർ നേടുന്നു.
മാത്രമല്ല ഈ കളികളിൽ അവർ ഏർപ്പെടുമ്പോൾ സോഷ്യൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നു, അവരുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കുന്നു, അവർക്കിടയിലുള്ള ഇൻ്ററാക്ഷൻ നടക്കുന്നു, അതോടൊപ്പം തന്നെ അവരുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് വർദ്ധിക്കുന്നു. എന്ന് മാത്രമല്ല ഒരു സോഷ്യൽ ഇൻ്ററാക്ഷനാണ് യഥാർത്ഥത്തിൽ ഈ പ്രീ പ്രൈമറി കാലഘട്ടത്തിൽ ഈ പ്ലേയിലൂടെ കളികളിലൂടെ അവർ നേടിയെടുക്കുന്നത്. പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ഇതെല്ലാമാണ് എന്ന് പേരൻസിനെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല ആർക്കുണ്ട്? പ്രീ പ്രൈമറി ടീച്ചർക്കുണ്ട്. രണ്ടാമതായിട്ട് ക്രിയേറ്റിംഗ് എ സപ്പോർട്ടീവ് ഹോം എൻവയറോൺമെൻറ്റ്. ക്രിയേറ്റിംഗ് എ സപ്പോർട്ടീവ് ഹോം എൻവയറോൺമെൻറ്റ്. കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ഹോം എൻവയറോൺമെൻറ്റ്, ഗൃഹാന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഈ കാര്യവും നമ്മൾ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പല വീടുകളിലെയും സാഹചര്യങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും. പക്ഷേ അതൊന്നും ഈ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ്സിനെ ബാധിക്കാൻ പാടില്ല എന്ന കാര്യം രക്ഷിതാക്കളെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. വീടുകളിൽ എപ്പോഴും ഒരു സേഫ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് സ്പേസ് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കളുടെ കടമ. എന്താണ് സേഫ് ആൻഡ്? മൂന്നാമത്തത് സേഫ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് സ്പേസ്. കുട്ടിക്ക് അവിടെ എപ്പോഴും സുരക്ഷിതത്വ ബോധമുണ്ടാവണം. അതുപോലെ തന്നെ ഒരു സ്റ്റിമുലേറ്റിംഗ് എൻവയറോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാനുതകുന്ന അതല്ലെങ്കിൽ പഠിക്കാൻ പ്രചോദനമേകുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക. പഠിക്കുക എന്നുള്ളത് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്ഷരങ്ങൾ വായിക്കുന്ന കാര്യം മാത്രമല്ല, കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് സാധ്യമാകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഗൃഹാന്തരീക്ഷത്തിൽ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം സേഫ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് സ്പേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ വിവിധ മെറ്റീരിയൽസ് കുട്ടികൾക്ക് ലഭ്യമാക്കുക. അതിനനുസരിച്ച് അവർ സ്കൂളിൽ ഏത് തരത്തിലായിരുന്നോ അതുപോലെ തന്നെ കളികളിലൂടെ അവൻ്റെ വിദ്യാഭ്യാസത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഗൃഹാന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതും നമ്മൾ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പല വീടുകളിലും കുട്ടികളെ സന്ധ്യാസമയങ്ങളിൽ നമ്മൾ പഠിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. LKGയിലും UKGയിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞു മക്കളെ ദേഷ്യപ്പെട്ടും ശിക്ഷിച്ചും ഒക്കെ ആയിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അറിവുള്ളതാണ്. ആ തരത്തിലുള്ള ഒരു സമീപനമായിരിക്കരുത് കുട്ടികളോട് നാം പുലർത്തേണ്ടത്. മറിച്ച് ഒരു സൗഹൃദപരമായിട്ടുള്ള കുട്ടികൾക്ക് ഒരു പ്രചോദനം നൽകുന്ന രീതിയിലുള്ള പഠന പ്രക്രിയകളിലായിരിക്കണം ഗൃഹാന്തരീക്ഷത്തിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കേണ്ടത്. അവരിലൊരിക്കലും നമ്മോട് ഭയമായിരിക്കരുത് ഉണ്ടാവേണ്ടത്, മറിച്ച് നമുക്കിടയിലുള്ള ആ സ്നേഹമായിരിക്കണം കുട്ടികൾക്ക് അവിടെ പ്രചോദനമായി വർത്തിക്കേണ്ടത്. ആ ഒരു സ്നേഹം വർദ്ധിക്കണമെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട നിലയിലുള്ള പഠന പ്രവർത്തനങ്ങളായിരിക്കണം ഗൃഹാന്തരീക്ഷത്തിലും സൃഷ്ടിക്കപ്പെടേണ്ടത്. ഗൃഹാന്തരീക്ഷത്തിൽ നിന്ന് ലഭിക്കേണ്ടുന്ന മറ്റൊന്നാണ് റൂട്ടീൻ ആൻഡ് സ്ട്രക്ചർ. ഡി. കുട്ടികളുടെ വ്യത്യസ്ത രീതികളിലുള്ള ജീവിതചര്യകളെ സമയബന്ധിതമാക്കുക. കളിക്കുവാനുള്ള സമയം നിശ്ചയിക്കുക, അതുപോലെ തന്നെ മറ്റു പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനുള്ള സമയം നിശ്ചയിക്കുക, ഭക്ഷണത്തിനും വിശ്രമത്തിനുമൊക്കെയുള്ള സമയവും കണ്ടെത്തുക. ആ രൂപത്തിൽ കുട്ടികളുടെ ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ടാക്കുവാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കൾ ശ്രമിക്കേണ്ടതുണ്ട്. ആ തരത്തിൽ രക്ഷിതാക്കളെ നമ്മൾ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ അവരുടെ സ്വഭാവ രൂപീകരണത്തിനും ഇത് വളരെയേറെ സഹായകരമാണ്. അടുത്തതായിട്ട് എൻകറേജ് ഇൻഡിപെൻഡൻസ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? എൻകറേജ് ഇൻഡിപെൻഡൻസ്.
സ്വതന്ത്രബോധം കുട്ടികളിൽ സൃഷ്ടിക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങൾ അതിലവരെ ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുട്ടികൾക്ക് ചില കഴിവുകളുണ്ട്, സ്വതസിദ്ധമായിട്ടുള്ള ചില കഴിവുകളുണ്ട്. അവരുടെ ആ കഴിവുകൾ പ്രദർശിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം വീട്ടിൽ സൃഷ്ടിക്കുക. അതോടൊപ്പം തന്നെ അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങൾ. ചില കുട്ടികൾ അവരുടെ ഡ്രസ്സ് തന്നെ ഉടുക്കുവാൻ വേണ്ടിയിട്ട് അവരാഗ്രഹിക്കുന്നു. അതിന് അവരെ പ്രേരിപ്പിക്കുക, അതല്ലെങ്കിൽ അവരെ അനുവദിക്കുക. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുക. അതാണ് ഇൻഡിപെൻഡൻസ്. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ സ്വയം ഭക്ഷണം കഴിക്കണമെന്ന ആഗ്രഹമുള്ള കുട്ടികളുണ്ടാവും, അതിനും അവരെ അനുവദിക്കുക. ഇങ്ങനെ ഒരു ഇൻഡിപെൻഡൻസ്, ഒരു സ്വതന്ത്രത ബോധം അവരിൽ സൃഷ്ടിക്കുവാനും അവരുടേതായ ആ ബോധ്യത്തിനനുസരിച്ച് അവരെ പ്രവർത്തിക്കുവാനും നമ്മൾ അനുവദിക്കുക. നമ്മൾ കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അതിര് വിടാതിരുന്നാൽ മതി. നമുക്കറിയാമല്ലോ, ഏത് തരത്തിലുള്ള സ്വാതന്ത്ര്യം നമ്മൾ കുട്ടികൾക്ക് അനുവദിക്കുകയാണ് എങ്കിലും നമ്മുടെ സൂപ്പർവിഷനോട് കൂടി ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത്തരത്തിലുള്ള സ്കിൽസിനെ നമുക്ക് സ്വയമായിട്ട് അവർ ചെയ്യുന്ന സ്കിൽസ്, അതായത് ഡ്രസ്സ് ഇടുക, ഭക്ഷണം കഴിക്കുക, ഇത്തരത്തിലുള്ള സ്കിൽസിന് സെൽഫ് ഹെൽപ്പ് സ്കിൽസ് എന്ന് പറയാം. സെൽഫ് ഹെൽപ്പ് സ്കിൽസ്. ഇനി മറ്റൊന്ന് മേക്കിംഗ് ചോയ്സസ്. അവരവരുടേതായ ചോയ്സുകൾ, പല കുട്ടികൾക്കും പല ചോയ്സുകൾ ഉണ്ടാവും. ഡ്രസ്സ് ഇടുന്ന കാര്യത്തിൽ തന്നെ ഈ ഉടുപ്പ് എനിക്ക് വേണ്ട, മറ്റേത് മതി, ഈ കളറ് വേണ്ട, വേറെ കളറ് മതി എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടികൾക്ക് അവൻ ചോദിക്കുന്ന അതല്ലെങ്കിൽ അവൾ ചോദിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സ് ആ കുട്ടികൾക്ക് ഉള്ളതാണ് എങ്കിൽ ആ ചോയ്സ് അവർ പറയുന്നതിനനുസരിച്ച് തന്നെ കൊടുക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കുക. അപ്പോൾ അവൾ അല്ലെങ്കിൽ അവൻ്റെ ഡ്രസ്സിൻ്റെ ചോയ്സ് ഏത് എന്ന് നമ്മളോട് പറയുന്നു, ആ ഡ്രസ്സ് നമ്മൾ അനുവദിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ചോയ്സിന് ഉള്ള ഒരു അവകാശം അവന് വകവെച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ചോയ്സിൻ്റെ കാര്യത്തിൽ നമ്മളുടെ കൈവശമുള്ള കുട്ടികൾക്കുള്ള ചോയ്സിൽ നിന്ന് അവൻ ഏതാണ് അപ്പോൾ കളിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അവൻ്റെ ചോയ്സിന് വിടുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവൻ്റെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസാണ് വർദ്ധിക്കുന്നത്. എന്താണ്? ഡിസിഷൻ മേക്കിംഗ് സ്കിൽസാണ്. ഡിസിഷൻ മേക്കിംഗ് സ്കിൽസാണ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ സാധ്യമാകുന്നത്. കുട്ടികൾക്ക് ഓരോന്നും തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു കഴിവ് അവരിൽ വർദ്ധിക്കുന്നു. അടുത്തതായിട്ട് ഫോസ്റ്ററിങ് എ ലവ് ഫോർ ലേണിംഗ്. അറിവ് നേടുന്നതിനുള്ള ആഗ്രഹം വളർത്തിയെടുക്കുക. ഫോസ്റ്ററിങ് എ ലവ് ഫോർ ലേണിംഗ്. ഈ അറിവ് നേടുന്നതിനുള്ള ആഗ്രഹം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് റീഡിങ് ടുഗദർ എന്നാണ്. എന്താണ്? എഫ് വരെ നമ്മൾ പഠിച്ചു അല്ലേ? ജി. റീഡിങ് ടുഗദർ. അമ്മയും കുഞ്ഞും അതല്ലെങ്കിൽ അച്ഛനും കുഞ്ഞും ഒന്നിച്ചിരുന്ന് വായനയിൽ ഏർപ്പെടുക. കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ അത് ഒരുമിച്ചിരുന്ന് വായിക്കുന്ന ഒരു രീതി നമ്മൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒഴിവുള്ള സന്ദർഭങ്ങളിൽ കുട്ടി പുസ്തകം തന്നെത്താനെ എടുത്ത് കൊണ്ടുവരികയും അതൊന്ന് വായിച്ച് തന്നെ എന്ന് പറയുകയും അങ്ങനെ ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന ഒരു രീതി നമ്മൾ വളർത്തിയെടുക്കുക. അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് പഠനത്തോടുള്ള ഒരു ആഭിമുഖ്യമുണ്ടാകുകയും കൂടുതൽ അറിവുകൾ നേടുവാനും അതല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും കുട്ടിയെ അത് പര്യാപ്തമാക്കുന്നു. അതുപോലെ തന്നെ പുസ്തകങ്ങളിലുള്ള ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് അതെന്താണ് എന്ന് നമ്മൾ കുട്ടികളോട് ചോദിക്കുക. അപ്പോൾ കുട്ടികൾ അതിന് അവരുടേതായ മറുപടികൾ പറയുന്നു. ഇങ്ങനെ വരുമ്പോൾ കുട്ടികളിലെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സാധ്യമാകുന്നു. കുട്ടികൾ ചോദിക്കുന്ന സംശയങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുക്കുമ്പോൾ കുട്ടികളുടെ ലേണിംഗ് പ്രോസസ്സും ഇംപ്രൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ കഥകൾ വായിച്ചു കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. ഈ രൂപത്തിലെല്ലാം കുട്ടിയിലെ ലേണിംഗ് പ്രോസസ്സ് വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് ലേണിങ്ങിനോട് ഒരു താല്പര്യം ജനിക്കുകയും ഇതൊരു തുടർച്ചയായ പ്രോസസ്സായി നടക്കുവാനുള്ള സാധ്യത കൂടുതലുമാണ്. ഈ ഇനത്തിലെ രണ്ടാമത്തേത് എക്സ്പ്ലോറേഷൻ ആൻഡ്
പ്ലേ. എക്സ്പ്ലോറേഷൻ ആൻഡ് പ്ലേ. വിവിധ തരത്തിലുള്ള കളികളിൽ ഏർപ്പെടുവാൻ വേണ്ടിയിട്ട് കുട്ടികളെ അനുവദിക്കുക. നമ്മൾ പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ള കളികൾ അല്ല, മറിച്ച് അപ്പോൾ കുട്ടികൾ ആഗ്രഹിക്കുന്ന കളികളിൽ ഏർപ്പെടുവാൻ വേണ്ടിയിട്ട് നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ അവനിലെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക കൂടിയായിരിക്കും നമ്മൾ. മാത്രമല്ല, ഇത്തരത്തിലുള്ള കളികളിൽ ഏർപ്പെടുമ്പോൾ അവനിലെ പ്രോബ്ലം സോൾവിങ് സ്കിൽസും വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ ഫിസിക്കൽ എബിലിറ്റീസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഔട്ട്ഡോർ ഗെയിംസിൽ ഏർപ്പെടുവാൻ വേണ്ടിയിട്ടും കുട്ടികളെ പ്രേരിപ്പിക്കുക. വീടിനകത്ത് മാത്രമിട്ട് വളർത്താതെ അത്യാവശ്യം പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ഓടുവാനും ചാടുവാനും ഒക്കെ കുട്ടികൾക്ക് അനുവാദം കൊടുക്കുക, അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. ഈ രൂപത്തിൽ നമ്മൾ രക്ഷിതാക്കളെ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ഒരു ഓവറോൾ ഡെവലപ്മെൻ്റാണ് ഈ പ്രീ പ്രൈമറി കരിക്കുലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്.